വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് മിഥുലാമിസ് ആണ്. നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിന്റെ ഘടന എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് മിസ് വിശ്വസിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഓണപരീക്ഷയൊക്കെ അടുത്ത് വരികയാണല്ലേ. ഓൾമോസ്റ്റ് ഒരു 1 മന്ത് കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇപ്പോഴേ പ്രോപ്പറായിട്ട് കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങിയാൽ ഈസി ആയിട്ട് നമുക്ക് ഓണപരീക്ഷയിൽ ഫുൾ മാർക്ക് തന്നെ നേടാൻ പറ്റും. എന്റെ കുട്ടികൾ റെഡി ആണെങ്കിൽ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, കാഥോഡ് റേസ് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസേർഷൻ എന്താ? കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഇവർ നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ റീസൺ ആയിട്ട് when a small paddle wheel is placed in the path of cathode rays it rotates. അപ്പൊ അതിന്റെ റീസൺ കറക്റ്റ് ആണ്. നമ്മൾ ഈ കാഥോഡ് റേസിന് വളരെ പ്രധാനപ്പെട്ട 3 പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. കാഥോഡ് റേസ് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനില, നേർരേഖയിൽ സഞ്ചരിക്കുന്നുണ്ട്. കാഥോഡ് റേസിന് മാസ് ഉണ്ട്. കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിച്ചത് എക്സ്പെരിമെന്റിലൂടെയാണ്. കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നു എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റിനെ കൊണ്ടുവച്ചപ്പോൾ ഷാഡോ ഫോം ചെയ്തു. ഒരു അധാരി വസ്തുവിനെ വെച്ചപ്പോൾ നിഴലുണ്ടായി. അപ്പോഴാണ് മനസ്സിലായത് അത് സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ഒരു പാഡൽ വീല് കൊണ്ടുവച്ചപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്തു. നേരത്തെ ഇതിലുകളുള്ള ചക്രം കൊണ്ടുവച്ചപ്പോൾ അത് കറങ്ങി. അപ്പൊ മനസ്സിലായി കാഥോഡ് റേസിന് മാസ് ഉണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിലൂടെ വൈദ്യുത മണ്ഡലത്തിലൂടെ കടത്തിവിട്ടപ്പോ നമുക്കറിയാം പോസിറ്റീവിന്റെ അടുത്തേക്ക് അട്രാക്ഷൻ സംഭവിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് ഓരോന്നായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നു എന്നുള്ളത് അസേർഷൻ ഇവിടെ കറക്റ്റ് ആണ്. പക്ഷെ പാഡൽ വീല് കൊണ്ടുവച്ചപ്പോൾ റൊട്ടേറ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് പൊട്ട തെറ്റാണ് അല്ലെ. കാരണം പാഡൽ വീല് കറങ്ങുന്നെങ്കിൽ അതിന്റെ അർത്ഥം കാഥോഡ് റേസിന് മാസ് ഉണ്ടെന്നാണ്. സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത്? ഒപ്പേക്ക് ഒബ്ജക്റ്റിനെ വെച്ചപ്പോൾ ഷാഡോ ഫോം ചെയ്തു. അധാര്യ വസ്തുവിനെ വെച്ചപ്പോൾ നിഴലുണ്ടായപ്പോഴാണ് മനസ്സിലായത് ഇത് നേർരേഖയിൽ സഞ്ചരിക്കുന്നു. അപ്പൊ ഇവിടെ അസേർഷൻ ട്രൂ ആണ്, ബട്ട് ആർ ഇസ് ഫോൾസ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം സെയിം പാറ്റേൺ. ദ അറ്റോമിക് നമ്പർ ഓഫ് പൊട്ടാസ്യം ഇൻ 19 ആൻഡ് ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് 2881. ഇപ്പൊ പൊട്ടാസ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷന് പ്രത്യേകതയുണ്ട് അല്ലെ. ഇപ്പൊ പൊട്ടാസ്യം എടുത്താൽ അറ്റോമിക് നമ്പർ 19 ആണ്, 2881 ആണ്. കാൽഷ്യം എടുത്താൽ 20 ആണ്, 2882 ആണ്. ഇതിന്റെ റീസൺ ആയിട്ട് നമ്മൾ എന്താ മക്കളെ പഠിക്കുന്നത്? ബിക്കോസ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എനി ആറ്റം കണ്ടെയ്ൻസ് 8 ഇലക്ട്രോൺസ് അല്ലെ. ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലില് ശരിക്കും പറഞ്ഞാൽ മാക്സിമം 8 ഇലക്ട്രോൺസേ വരാൻ പാടുള്ളൂ. അപ്പൊ മക്കളെ ഈ റീസണും അസേർഷനും കറക്റ്റ് ആണ് അല്ലെ. അസേർഷൻ എന്ന് പറയുമ്പോൾ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2881, അത് കറക്റ്റ് ആണ്. റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കിക്കേ. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണേ പാടുള്ളൂ. ഒരാറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണേ വരാൻ പാടുള്ളൂ. ഇവിടെ ആക്ച്വലി അസേർഷനും റീസണും കറക്റ്റ് ആണ്. പക്ഷെ ഇതല്ല ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ നമുക്ക് ഇവിടെ പഠിക്കാൻ പോലും ഇല്ല. സോ അസേർഷനും റീസണും കറക്റ്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആർ ഇസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ട്ടോ. കാരണം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എനർജിയുമായിട്ട് റിലേറ്റഡ് ആണ്. അത് നമ്മൾ വലിയ ക്ലാസ്സിലേ പഠിക്കുന്നുള്ളൂ. അപ്പൊ അസേർഷനും ഇതും കറക്റ്റ് ആണ്. ആർ ഇസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. 6 7 ശരിയായിട്ടുള്ള വിശദീകരണം അല്ല. രണ്ടും കറക്റ്റ് ആണ്. ബട്ട് 8 വരണം എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ ഒന്ന് മാറുക അല്ലെ. സോ നമുക്ക് അത് ഒരിക്കലും ഒക്ടറ്റ് വെച്ചിട്ട് പറയാനേ പറ്റില്ല. അതിന്റെ റീസൺ നമുക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാം. അടുത്തത്, an atom of element B has 13 പോസിറ്റീവ് ചാർജസ് ഇൻ ഇറ്റ്സ് ന്യൂക്ലിയസ്. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ 13 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതിന്റെ മാസ് നമ്പർ 27 ആണ്. ഇത് വൈദ്യുതപരമായി ന്യൂട്രൽ ആണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഇതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്നാണ്. അപ്പൊ ന്യൂക്ലിയസിന്റെ ഉള്ളില് 13 പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് ഉള്ളത് ആർക്കാ? ഒരു ആറ്റത്തില് പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോൺസിനാണ്. അപ്പൊ 13 പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അവിടെ 13 പ്രോട്ടോൺസ് ഉണ്ട്. ഒരു ആറ്റത്തിലെ പ്രോട്ടോൺസിന്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. സോ ഇവിടുത്തെ അറ്റോമിക് നമ്പർ ഈസ് ഓൾസോ 13 ആണ്. ന്യൂട്രോണുകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുക. എ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ, സെഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ. മാസ് നമ്പർ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, 27 ആണ്. അറ്റോമിക് നമ്പർ നമ്മളിപ്പോ കണ്ടെത്തി, അത് 13 ആണ്. 27 - 13
14 എന്നാണ് ഉത്തരം കിട്ടുക കേട്ടോ. അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. 27 - 13 14 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? റെപ്രസെന്റ് ദിസ് എലമെന്റ് ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. കണ്ടോ, ഈ മൂലകത്തെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൂലകം എടുത്തു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 13 വരുന്നത് ആരാണെന്ന് എന്റെ കുട്ടികൾക്ക് അറിയോ? അറ്റോമിക് നമ്പർ 13 വരുന്നത് നമുക്ക് അലൂമിനിയം ആണ് കേട്ടോ. അലൂമിനിയം എന്ന് പറയുന്ന ആറ്റമാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് എഴുതുക നോക്കിക്കേ. നമുക്കറിയാം ഇവിടെ കൊടുത്തിട്ടുള്ളത് ബി എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ നിങ്ങൾ അലൂമിനിയത്തിന്റെ സിമ്പൽ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബി എന്ന് പറയുന്ന എലമെന്റ് ആണെന്നാണ്. അപ്പൊ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, പ്രതിനിധീകരിക്കുമ്പോൾ ഇത് അലൂമിനിയം ആണെന്ന് എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ബി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ നോക്കിക്കേ എന്റെ കുട്ടികൾ, ഇവിടെ നോക്കിക്കേ, ശ്രദ്ധിച്ച് നോക്കിക്കേ. നമുക്കറിയാം അറ്റോമിക് നമ്പറും മാസ് നമ്പറും എന്നാൽ താഴെ എഴുതുന്നത് അറ്റോമിക് നമ്പറും മുകളിൽ എഴുതുന്നത് മാസ് നമ്പറും. ഇവിടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 13 ആണ് അല്ലെ, അത് നമുക്ക് താഴെ എഴുതാം. മാസ് നമ്പർ ആണ് മുകളിൽ എഴുതാം. മാസ് നമ്പർ എത്രയാ? 27, അത് മുകളിലായിട്ട് എഴുതാം. അപ്പൊ ബി എന്ന് പറയുന്ന മൂലകമാണ്. അറ്റോമിക് നമ്പർ 13 താഴെ എഴുതി, 27 മുകളിൽ എഴുതി. സോ ഇതായിരിക്കും ഇവന്റെ റെപ്രസെന്റേഷൻ, പ്രതിനിധീകരണം എന്ന് പറയുന്നത്. ഓർബിറ്റൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഓർബിറ്റൽ ഇലക്ട്രോൺ വിന്യാസം വരയ്ക്കാനാണ് അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് വരയ്ക്കാൻ പറയുമ്പോൾ നിങ്ങൾ പെൻസിലും കോമ്പസും ഉപയോഗിച്ച് വളരെ വൃത്തിയായി തന്നെ വരച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ആറ്റത്തിന്റെ ന്യൂക്ലിയസ് വരയ്ക്കാം. ഓക്കെ, 1 ഷെല്ല്, 2 ഷെല്ല്, 3 ഷെല്ല്, ഇങ്ങനെ വരച്ചു കൊടുക്കാം അല്ലെ. ഇനി ഈ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്തായിട്ട് നമുക്കറിയാം ഈ ആറ്റത്തിന്റെ കയ്യിൽ 13 പ്രോട്ടോൺ ഉണ്ട്, 14 ന്യൂട്രോൺ ഉണ്ട്. പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണം നമ്മൾ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എഴുതണം. 13 പ്രോട്ടോണും 14 ന്യൂട്രോണുമാണ്. ഇനി അടുത്തതായിട്ട് ഇവന്റെ ഇലക്ട്രോൺ വിന്യാസം വേണം, എന്നാലല്ലേ വരയ്ക്കാൻ പറ്റൂ. അറ്റോമിക് നമ്പർ 13 ആണ് എന്ന് പറഞ്ഞാൽ ഈ ആറ്റത്തിന്റെ കയ്യിൽ 13 പ്രോട്ടോൺ ഉണ്ട്. സോ 13 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അവിടെ 13 ഇലക്ട്രോൺ ഉണ്ടാവും. കാരണം പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം തുല്യമാണ് അല്ലെ. സോ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? ഈ ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ ഉണ്ടാകും? ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺ. ഈ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 8, 3. ഇത്രയുമായ ഇനി നമുക്ക് അടിപൊളിയായിട്ട് വരയ്ക്കാം. ഒന്നാമത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 1, 2, 3, 4, 5, 6, 7, 8. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺ അല്ലെ. 1, 2, 3. സിമ്പിൾ. സോ ഇതായിരിക്കും ഈ ആറ്റത്തിന്റെ ഓർബിറ്റൽ ഇലക്ട്രോൺ ഡയഗ്രാം. ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മിസ് ഫുൾ ചാപ്റ്റർ റിവിഷൻ എടുത്തിട്ടുണ്ട്, ആ വീഡിയോ ലൈവ് പോയി കാണുക. അപ്പൊ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിക്കോളും. അടുത്തത്, സെലക്ട് എ പെയർ ഓഫ് ഐസോബാർസ് ഫ്രം ദ ഗിവൺ എലമെന്റ്സ് ആൻഡ് റൈറ്റ് റീസൺ ഫോർ ചൂസിങ് ഇറ്റ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ഐസോടോപ്പ് അല്ലെങ്കിൽ ഐസോബാർ. ഇത് രണ്ടിൽ ഏതിലെന്തെങ്കിലും എന്തായാലും ക്വസ്റ്റ്യൻ വരെ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഒരു ജോഡി ഐസോബാറുകളെ തിരഞ്ഞെടുത്ത് അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിനുണ്ടായിട്ടുള്ള കാരണം വ്യക്തമാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഐസോബാർ എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? സെയിം ആയിട്ടുള്ള മാസ് നമ്പറും ഡിഫറെന്റ് അറ്റോമിക് നമ്പറും ആണെങ്കിൽ നമുക്ക് അവരെ ഐസോബാർ എന്ന് വിളിക്കാം. അറ്റോമിക് നമ്പർ ഒരുപോലെയും മാസ് നമ്പർ ഡിഫറെന്റും ആണെങ്കിൽ അവരെ ഐസോടോപ്പ് എന്നാ വിളിക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഐസോബാർ. അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും, മാസ് നമ്പർ ഒരേപോലെ ആയിരിക്കും. അപ്പൊ മാസ് നമ്പർ മുകളിലുള്ള നമ്പർ ഒരേപോലെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. മുകളിലുള്ള നമ്പർ ഒരേപോലെയുള്ള ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? 40, 40 കണ്ടുപിടിച്ചു. കണ്ടോ? നോക്കിക്കേ, ആർഗൺ 18, 40, കാൽഷ്യം 20, 40. സോ ഇവിടുത്തെ ഐസോബാർസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവിടുത്തെ ഐസോബാർ എന്ന് പറയുന്നത് ആർഗൺ 18, 40 കാൽഷ്യം 20, 40. കാരണം രണ്ടുപേരുടെയും മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പർ, അതായത് രണ്ടുപേരുടെയും മാസ് നമ്പർ ഒരുപോലെയാണ്. ഇനി റീസൺ പറയാൻ പറഞ്ഞിട്ടുണ്ട്. റീസൺ എന്താ പറയാ? ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, അത് തന്നെയാ റീസൺ. എന്താ റീസൺ? ബിക്കോസ് ഇവർക്ക് രണ്ടുപേർക്കും സെയിം ആയിട്ടുള്ള മാസ് നമ്പർ ആണ് അല്ലെ. സെയിം മാസ് നമ്പറും ഡിഫറെന്റ് ആയിട്ടുള്ള അറ്റോമിക് നമ്പർ ആണ്. ഇവരുടെ രണ്ടുപേരുടെയും മാസ് നമ്പർ ഒരുപോലെയാ, അറ്റോമിക് നമ്പർ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇവര് ഐസോബാർ
ഐസോബാറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള റീസൺ. ഇത് നിർബന്ധമായിട്ട് എന്റെ കുട്ടികൾ ഐസോബാറിനെ ഐസോടോപ്പിനെ കണ്ടാൽ തിരിച്ചറിയാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആ. സോ ഇതിൽ ഏതെങ്കിലും ഐസോടോപ്സ് ഉണ്ടോ? ഐസോടോപ്സ് നോക്കണമെങ്കിൽ അറ്റോമിക് നമ്പർ ഒരേപോലെയുള്ള ആരെങ്കിലും ഉണ്ടോ? താഴെയുള്ള നമ്പർ ഒരേപോലെ ആളുണ്ടെങ്കിൽ അവർ ഐസോടോപ്പ്. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോ? യെസ്, ദാ ക്ലോറിൻ 1735ഉം ക്ലോറിൻ 1737ഉം രണ്ടുപേരുടെയും താഴെ എഴുതിയിട്ടുള്ള നമ്പർ, അതായത് അറ്റോമിക് നമ്പർ ഒരുപോലെ, രണ്ടുപേരും ഐസോടോപ്പുകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സം ഇൻഫർമേഷൻ അബൌട്ട് ആൻ ആറ്റം ഇസ് ഗിവൻ. ഒരു ആറ്റത്തെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ KLM ഷെൽ. 3 ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോൺ ഉള്ളത്. K ഷെൽ, L ഷെൽ, M ഷെൽ. There are 7 ഇലക്ട്രോൺസ് ഇൻ ദ M ഷെൽ. മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള M ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ഇതിൽ 18 ന്യൂട്രോൺ ഉണ്ട്. ഇതിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. ഓക്കെ, ഇതിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം വരയ്ക്കുക. മാസ് നമ്പർ എത്രയാണ്? അപ്പൊ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം വരയ്ക്കണമെങ്കിൽ ആദ്യം ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. K ഷെല്ലിലും L ഷെല്ലിലും M ഷെല്ലിലും ഇലക്ട്രോൺ ഉണ്ട്. M ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവന്റെ കംപ്ലീറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, പൂർണ്ണമായിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും? ആദ്യം തന്നെ ഇലക്ട്രോൺ M ഷെല്ലിലാണോ കയറിയിരിക്കുക? അല്ല, K ഷെല്ലിലും L ഷെല്ലിലും കയറിയതിനു ശേഷം മാത്രമേ എമ്മിലേക്ക് കയറുകയുള്ളൂ. സോ K ഷെല്ലിൽ 2 ഇലക്ട്രോൺ, L-ൽ 8 ഇലക്ട്രോൺ, അതിനുശേഷമാണ് 7 ഇലക്ട്രോൺ എമ്മിൽ കയറിയിട്ടുള്ള. അപ്പൊ 2, 8, 7 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി സിമ്പിൾ ആയിട്ട് ഡയഗ്രാം വരയ്ക്കാം അല്ലെ? നോക്കിക്കേ, അപ്പൊ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണം, ന്യൂട്രോണിന്റെ എണ്ണം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വേണം, പിന്നെ പെൻസിലും കോമ്പസും വേണം. ഇത്രയും സാധനം വേണം. പ്രോട്ടോണിന്റെ എണ്ണം എത്രയായി ഇവിടെ? പ്രോട്ടോണിന്റെ എണ്ണം കിട്ടണമെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ നോക്കിയാൽ മതി. കാരണം പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം തുല്യമല്ലേ. സോ ഇവിടെ 2 + 8 + 7 ടോട്ടൽ 17 ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 17 പ്രോട്ടോൺ ഉണ്ടാകും അല്ലെ? ഇവിടെ 17 പ്രോട്ടോൺ ഉണ്ടാകും. ഇനി ന്യൂട്രോൺ 18 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ കണ്ടെത്തി. 2, 8, 7 എന്ത് സിമ്പിളാ നോക്കിക്കേ. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ആറ്റത്തെ വരയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് ന്യൂക്ലിയസ് വരയ്ക്കാം. ഇനി നമ്മുടെ ഒന്നാമത്തെ ഷെല്ല്, നമ്മുടെ രണ്ടാമത്തെ ഷെല്ല്, 3 ഷെല്ല് പോരെ? KL 3 ഷെല്ലല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ന്യൂക്ലിയസിന്റെ ഉള്ളിലെ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും എഴുതി കൊടുക്കുക. ഇവിടെ 17 പ്രോട്ടോണും 18 ന്യൂട്രോണും ഉണ്ട്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 7. ഇനി നമുക്ക് വരച്ചൂടെ? അപ്പൊ ഒന്നാമത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിലായിട്ട് 1, 2, 3, 4, 5, 6, 7, 8. നമ്മൾ എങ്ങനെയാ ബബിൾസ് വരയ്ക്കുക? ഓപ്പോസിറ്റ് ആയിട്ട് വേണം വരയ്ക്കാനായിട്ട്. മൂന്നാമത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ. അപ്പൊ 1, 2, 3, 4, 5, 6, 7 ഇലക്ട്രോൺ ആയി. ഇതായിരിക്കും ഇതിന്റെ ഓർബിറ്റൽ ഡയഗ്രാം അല്ലെ? ഓർബിറ്റൽ ഇലക്ട്രോൺ വിന്യാസം. ഇതിന്റെ മാസ് നമ്പർ എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം, ന്യൂട്രോണിന്റെ എണ്ണം ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ മാസ് നമ്പർ കണ്ടെത്താൻ സിമ്പിളാ. അങ്ങനെയാണെങ്കിൽ ഈ ആറ്റത്തിന്റെ മാസ് നമ്പർ എത്രയാണ് നിങ്ങൾ കമന്റ് ചെയ്യൂലേ? അപ്പൊ വേഗം തന്നെ താഴെ കമന്റ് ചെയ്യുക. ഇനി ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസുമായിട്ട് മിസ് വേഗം നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. ഓൾ ദി ബെസ്റ്റ്.